വരുന്നുണ്ട്. ഡേയ് എപ്പോ വന്ന്? ഒറ്റയ്ക്ക് സൗദി പോകുന്നിടത്തൊന്നും നമ്മൾ മിണ്ടാറില്ല. എടാ ഞാൻ പോയിട്ട് നിങ്ങളെല്ലാരും കൊണ്ടുപോകില്ലേ? പിന്നെ ഇയാൾ വണ്ടർലാ പോകില്ലേ ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ? ഇതാര് ചിട്ടി റോബോട്ടാ? നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടുന്നല്ലേ നീ പറഞ്ഞേ? എടാ ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ ഒരുമിച്ച് നടന്ന ഒരു കാലത്ത് രക്ഷപ്പെടൂല. എല്ലാവർക്കും അവനവന്റെ കാര്യം, എനിക്ക് മാത്രം എന്റെ കാര്യം. എടാ മറ്റന്നാ 8:30 ഫ്ലൈറ്റ്. പിന്നെ എന്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ നാളെ വീട്ടിൽ എത്തിച്ചേക്കാം. ശംഭു ഞാൻ ഇനി മണലാരണ്യത്തിൽ തിരിച്ചു വരുമ്പോ കുറച്ച് വാരിക്കൊണ്ടുപോവാ. നീ പിണക്കം കാണിക്കുവാണ്. ഫീലായ ചിരി വരുന്നു എനിക്ക്. ഈ മരുഭൂമിയിലൊക്കെ എത്ര പേര് കുഴഞ്ഞുകൊണ്ട് മരിച്ചിട്ടുണ്ടെന്നറിയോ? ഇല്ല. ഉണ്ട്. ഞാൻ AC റൂമില്. അതിന്റെ റിമോട്ട് കളഞ്ഞു പൊട്ടി. ഞാൻ സൗദിയിൽ ചെന്നിറങ്ങുന്ന നല്ല സമയത്താ. അതെന്തോ സൗദിയിൽ ഓണോ? അല്ല, സൗദി ലുലുവിന്റെ 15ാമത് വാർഷികം നടക്കുക. അതുകൊണ്ട് നവംബർ 27 മുതൽ ഡിസംബർ 10 വരെ ലുലുവിലെ സൂപ്പർ മാർക്കറ്റ്, മൊബൈൽസ്, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണ സാധനങ്ങൾക്ക് ഭയങ്കര ഓഫറാണ്. പിന്നെ 1 മില്യൺ റിയാൽ വരുന്ന 1500-ലധികം സമ്മാനങ്ങളും ഷോപ്പ് ചെയ്യുമ്പോൾ 25 മില്യൺ റിയാൽ വരെ ലാഭിക്കാൻ പറ്റും. അത്രയ്ക്ക് ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ എന്റെ അച്ഛൻ റേഷൻ കടയിൽ കിടന്ന അടി. എന്തിന്? 1 രൂപയ്ക്ക് മണ്ണെണ്ണ കൊടുത്തില്ലെന്നും പറഞ്ഞ് പോപ്പിൻസിന് എന്നെ 2 രൂപ. അതൊക്കെ ഒന്ന് മാറി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരിമണ്ണെണ്ണ വാങ്ങാനാണ് ഈ പോണത്. ഒന്നെങ്കിൽ നിനക്ക് ഇവിടെ ഞങ്ങളുടെ ഗതി പിടിക്കാതെ എൻജോയ് ചെയ്ത് ജീവിച്ചോ, ഇല്ലെങ്കിൽ നീ അവിടെ പോയി കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടോ. യുവർ ചോയ്സ്. ഞാൻ പോകുന്നു, എനിക്ക് കുറച്ച് സാധനം എടുത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കുത്തി. നമ്മൾ 3 പേര് നാടിന് വേണ്ടി വിധിക്കപ്പെട്ടവരാ, നാടിന്റെ കാവാലയ്യ. പറയാതൊന്നും പോയിക്കളല്ലേ. ഇനി ആന്റി ക്ലോക്ക് വൈസ് ഇറക്ക്. എന്തിനി? ചുമ്മാ സമയം പോട്ട്. എടാ ഈ കൺട്രാക്ടിന് ഇത് എവിടെ കിടക്കുന്നത്? ഞായറാഴ്ചയാണോ പണിക്ക് വിളിക്കുന്നത്? അത് ബുധനും വ്യാഴം പണിക്ക് വരണമായിരുന്നു. എടാ അത് വർക്കിംഗ് ഡേ, നമുക്ക് മുടങ്ങാം. ഇത് സൺഡേ ഹോളിഡേ. ഈ കൺട്രാക്ടിന്റെ ഭരണം വെച്ചിട്ട് കൂടി വരുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ അങ്ങനെ 6-ാം നമ്പരം കളിക്കുക. മോനെ, നീ എന്തോ മോനെ ചെയ്യുന്നത്? വെളുപ്പിക്കുന്നു എന്റെ കുടുംബവും. നീ എന്തോ മോനെ ഇരുന്ന് ഇളക്കുന്ന? ആയെങ്കിൽ ഒരു ഗ്ലാസ് ഇങ്ങത്താ. പെയിന്റ് പണിക്ക് വന്നവന്മാർ അത് ഒരു തുള്ളി പെയിന്റ് ഇല്ല. അയ്യോ കഷ്ടപ്പെടണ്ട. കണ്ടിട്ട് എനിക്ക് തന്നെ കോരിത്തരിക്കുന്നു. സുഗുണ എന്ത്? ഇതിന്റെ ഇടയിലത്തെ പൊടി പോകുന്നില്ല. ആണോടാ? പോയി. നിനക്ക് ഞാൻ എത്ര തച്ച് കാശ് തരുന്ന സുഗുണ? 800. 800 കൂട് നീ എന്നോട് കാണിക്കുന്നുണ്ടോ? കാണിക്കല്ലേ? നിന്റെയൊക്കെ കാണിപ്പ് കാരണം പണിയാൻ പോയ 3 വീടാ ഇപ്പൊ എന്റെ പേരില്. ഇതും സൂപ്പർ വീടാ. ഞാൻ വരുമ്പോഴത്തേക്ക് ഇതിന്റെ മേല് മൊത്തം വൈറ്റ് വാഷ് അടിച്ച് വെച്ചോണം. ചേട്ടാ പണി നാളെ കഴിയും. മറ്റന്നാ 2 പാല് കെട്ടെങ്കിൽ പോരെ നമുക്ക്. എന്റെ ദൈവമേ, ഈ വെള്ളം എന്തിനടിക്കുന്നത്? അതാവും പഴുക്കായ പിന്നെ അടിക്കാലോ. സന്തോഷേ, ആ ചെറുക്കന് പണി അറിഞ്ഞൂടാ. നിങ്ങളുടെ ഞാൻ പറഞ്ഞാണ് പണിയറിയാത്തമാരെ പണിക്ക് വെക്കരുത്. നിങ്ങൾ എന്താന്ന് വെച്ചാ പോയി ചെയ്ത് നീ വായടാ. വീശിയറിച്ചു കൂടാ. ഇതാ ആശാൻ പറഞ്ഞ നിനക്ക് പണി അറിഞ്ഞൂടുന്നു. തെറിപ്പിക്കാറായി. ബക്കറ്റ് നോക്കി അറിഞ്ഞാലേ മണ്ടത്തരം പറയാറാ. ഹലോ, ഞാൻ എപ്പോഴും ദേഷ്യപ്പെട്ടത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല ഇനി ഞാൻ ദേഷ്യപ്പെടത്തില്ലെന്ന്. ഇനി ഇമാതിരി കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് വരരുത്. പോമേ, ഗിയർ മാറ്റാ, വണ്ടിയോടെ നിരക്കുന്ന കണ്ടില്ലേ? ഓട്ടോമാറ്റിക്കാ. പറഞ്ഞൂടെ? രേവതിയോളെ കാണാൻ വന്നവരല്ലേ? അതെ. വന്നോളൂ വന്നോളൂ. ഞാനാണ് പെണ്ണിന്റെ മാമൻ. അച്ഛനെല്ലാം ഉണ്ടായ കുട്ടിയാണേ. അല്ല, അച്ഛനും അമ്മയില്ല വളർന്ന കുട്ടിയാണ്. ഞാനാണ് എല്ലാം ഇങ്ങനെ. അപ്പൊ കാര്യത്തോടെ അടക്കാം. ഇതിലാരുടെ പയ്യൻ? ഇവനാ? അയ്യേ, ഞാൻ വിചാരിച്ചൊരു 6-6 പൊക്കം കാണുന്നു. ഇത് വലിക്കണമല്ല കിടന്ന്. ഇതാണ് അങ്ങനെ ഇളയ മോൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് മാമൻ, ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത്. പരിചയപ്പെട്ടായിരുന്നു ഇല്ലേ? അപ്പൊ അവന്റെ കുടുംബമൊക്കെ എവിടെ? വയറ്റില്ല. ആരുടെ വയറ്റില്? അവൻ പൊടിച്ചേ കഴിക്കാറുള്ളൂ. വെപ്പുണ്ടോ? ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി പറഞ്ഞായിരുന്നു വരുന്നേ. ചേട്ടൻ എവിടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്? ഞാൻ മാട്രിമോണി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പെണ്ണുങ്ങളെ കൈ കാണുമല്ലോ. അത് പറഞ്ഞ പോരെ. വാങ്ങിച്ചു. ഞാൻ ജനിച്ച അന്ന് തൊട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നേ. എന്റെ പെങ്ങള അളിയനെ തന്നെ. ശരിയാമ്മ, ടേക്ക് കെയർ. ഒരു തേമട്ടിപ്പുണ്ട്, മരിക്കത്തില്ല. പ്ലാൻ ഫെയിൽഡ്. കൈ മുറിച്ചാൽ ചോര വരും, ചോര കണ്ടാൽ തല കറങ്ങും, തല കറങ്ങി മരിച്ചാൽ നാണക്കേടാ. വേറെ പ്ലാൻ നോക്കാം. സൗണ്ടും പോയി. ചേട്ടാ, ഇതിന്റെ മണ്ടേന്നെടുത്ത് ചാടിയാൽ എന്ത് പറ്റും? കൈയും കാലും ഓടിയും ആശുപത്രിയിൽ കിടക്കും. നമ്മുടെ തന്ത ഒന്നുകൂടെ കുത്തുവാള എടുക്കും.
ഞാൻ ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? നീ ഇനി ചോര തൂറി ചത്താലും നരകത്തിലേ പോവൂ. അപ്പം നരകത്തിൽ വെച്ച് കാണാം. ബായ്. ഇനി അവിടെ പോയി എങ്ങനെ മരിക്കും? താമ്പടി താമ്പടി സമജ്. ചേട്ടാ, ഈ ട്രെയിനിൻ്റെ അടിയിൽ തല വെച്ച ചാവോ? ഏയ് തലയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമെങ്കിലും ഉള്ളൂ. അപ്പം അതും ഫെയിലായി. ഫാനിൽ കെട്ടി തൂങ്ങിച്ചാവുമ്പോൾ ഫാൻ ഇടണോ ഫാൻ ഓഫ് ചെയ്യണോ? ടെൽ മീ. നിനക്ക് ചൂട് എടുക്കുന്നെങ്കിൽ ഫാൻ ഇട്ടോ. അതാകുമ്പോൾ വിയർക്കാതെ ചാവാം. അച്ഛ, ഈ എലിവശം കഴിച്ച എലി മാത്രമേ മരിക്കത്തുള്ളൂ? അതും എടുത്ത് വിഴുങ്ങിയ? ഇല്ല, ഇന്ന് കുറച്ച് വെച്ചേക്കണം, വിഴുങ്ങാം. മോനെ, നമ്മളെ ഇളയവൻ എന്തോ പറ്റിയിട്ടുണ്ട്. യെസ്, ഹീസ് ഇൻ ഡിപ്രഷൻ. അതും ഫൈനൽ സ്റ്റേജിൽ നിന്ന് കലോത്സവം സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നെ, വെള്ളം അടിക്കല്ലേ, കിട്ടി പോവെന്ന് ഞാൻ പറഞ്ഞതാ അവരോട്. അച്ഛാവ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന്. യു മീൻ സീസൈഡ്? ബീച്ച് സൈഡ് സൂയിസൈഡ്. ആ സൂയിസൈഡിൽ നിൽക്കുന്ന കണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം അതുകൊണ്ട് കുട്ടിച്ചാത്തൻ മതലിന്റെ വിളിക്കിരിക്കുന്നാടാ. ഒന്നാമത് കുഞ്ഞിന്റെ സമ്മതല തെറ്റിയിരിക്കുക. മോനെ തിരിഞ്ഞിടാ. വയനാട്ടിൽ കണ്ടായിരുന്നു ഒരു കുരങ്ങ്. എന്തുവാ മോനെ പ്രശ്നം? 10-ാം തീയതി പത്മയുടെ കല്യാണമാണ് പപ്പ. അയ്യോ വിളിച്ചില്ലേ, അതിനാണോ മോനെ ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ഇരിക്കുന്നേ? പത്മാവതി ആരെന്നറിയോ പപ്പയ്ക്ക്? ഈ പരസ്പരത്തിലെ ദീപ്തിയുടെ അമ്മയമ്മ അല്ലേ? 3 കൊല്ലം ഞാൻ അവളെ സ്നേഹിച്ചു പപ്പ. പത്മ പത്മ എന്ന് വിളിച്ചിരുന്നു പപ്പ. ഒഞ്ഞു പോടാപ്പ. ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു പപ്പ. എന്റെ പൊന്നു തക്കുടു, ഈ ശരീരവും വെച്ച് അങ്ങനൊന്നും പറയാതെ, അത് നീ ഉദ്ദേശിച്ച സാധനം അല്ല. ഓ, ഇത്രയൊക്കെ സംഭവിച്ചേക്ക് അവളെ പോയി കാണാം. പറ്റില്ല പപ്പ, അവൾ പോലും അറിയാതാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. 3 കൊല്ലോ? അതെ. പിന്നെ നീ പത്മയായിട്ട് ശാരീരികമായിട്ട് അങ്ങ് പത്മിച്ചതോ? അതെന്റെ മനസ്സിൽ. കാമ കണ്ണാ. പിന്നെ അവൾ അറിയാതെ കൊടുത്ത ഫ്ലൈങ് കിസുകൾ. അതിലവളങ്ങ് 10 പെറ്റ്. എനിക്ക് പത്മയില്ലാതെ പറ്റില്ല പപ്പ. എന്റെ പത്മരായ ഒന്ന് തിരിഞ്ഞിരുന്നേ. എനിക്ക് പത്മ തരുമോ പപ്പ? ആ തരാം പപ്പ. യൂട്ടേൺ അടി. പത്മ പത്മനോട് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് പപ്പ. കൊറേ നാളെ പുറത്തുനിന്ന് പെടുത്തിട്ട്. സൂസു, ഇന്നീ ചോറ് കഴിക്കുമ്പോൾ 2 പേർക്കുള്ളത് കഴിക്കണം. കാരണം നീ കഴിച്ചാൽ എൻ്റെ പേരെന്നറിയും. കാരണം നമ്മൾ 2 അല്ലല്ലോ, 1 അല്ലേ? ഇന്നലെ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പേടിച്ചു പോയി. ചന്ദ്രനെ കാണുന്നില്ല. പിന്നല്ലേ ഓർത്തത് ചന്ദ്രൻ എൻ്റെ ഇവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യായിരുന്നു. ഓ, അപ്പൊ കറുത്തവാവിന് അമാവാസിക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ആ ക്രെഡിറ്റും അവക്ക്. ഇനി ഒരു 10 മിനിറ്റോടെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ നീ ഒരു കൊലയാളിയായി മാറും. നിന്റെ ഓരോ നോട്ടവും എന്നെ ഇഞ്ചിഞ്ചായി കൊന്നോണ്ടിരിക്കുകയാണ് സൂസു. എന്നെ അങ്ങ് കൊല്ലെന്നെ അങ്ങ്. നിന്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നോ? ഇല്ല വേണ്ട ഓർക്കട്ട്. ഇല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ശില്പം പണിഞ്ഞിറക്കും അദ്ദേഹം. നമ്മുടെ തന്തയും പണിഞ്ഞിറക്കി പോയല്ലോ ഒരു ദേഹം. സൂസു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരൂ. താങ്ക്സ്. നിന്റെ ഈ സംസാരം പോലും പാട്ടായിട്ടാണ് എൻ്റെ ചെവി കേൾക്കുന്നത്. ലൈക്ക് എ മെലഡി മുട്ടായി. നമുക്കുണ്ടാവുന്ന കൊച്ചിനെ ഇതുപോലിട്ട് വളർത്തണം. ഇതെന്തോന്ന് കടലേ? ശരിയാക്കി തരാടാ. പപ്സ് വെച്ചാലും തറവടച്ചാലും പൊടി ഒഴുകുന്നുള്ള. അച്ഛാ എംബോക്കി. ഇപ്പൊ അച്ഛനെ എംബോക്കിയും പരന്നാറിയും ഒക്കെ ആയിട്ട് തോന്നും. 3 നേരം ഫുഡ് കഴിക്കാൻ തന്നെ. അതല്ല, അച്ഛന്റെ മോന്റെ വൃത്തിയായിട്ട് രൂപം കാണണോ? അത് പൊക്കി. വർഷങ്ങളായിട്ട് കാണുമല്ലേ, മാറ്റമൊന്നുമില്ല. ഞാനല്ല, നിങ്ങളുടെ ഇളയ മോന് അന്യമത സംസ്ഥാന പെണ്ണുമായിട്ടൊരു ബന്ധം. അന്യമതസ്ഥരെന്നാണോ ഉദ്ദേശിച്ചത്? ആരുമായിട്ടായാലും ബന്ധം. വിളിക്കവനെ. എന്തോ പറയണമെന്ന് അറിഞ്ഞുടച്ച കടുപ്പത്തി ഒരു ചായ പറയട്ട. എനിക്ക് അച്ഛൻ്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി സംസാരിക്കേ. അച്ഛൻ ഞങ്ങൾ പ്രേമത്തില്ല. കഴിവറ മോനെ എന്ന് നാട്ടുകാരെ കൊണ്ടുപോകും പറയിക്കില്ലേ അച്ഛ? നീയാണാ പ്രേമിക്കുന്ന? പരകൃഷ്ണ. പാറാകൃഷ്ണ. അച്ഛൻ അവർക്ക് കൊല്ലത്ത് കുറെ അണ്ടിയാപ്പീസൊക്കെ ഉണ്ട്, എന്നെ അങ്ങോട്ട് ഇടാന്ന് പറഞ്ഞു. അണ്ടിയുടെ കൂടെ ചാക്കിലായിരിക്കും.
അതിലൊരു അണ്ടിയാപ്പീസ് എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞു. ഒരു കിലോ അണ്ടിപ്പരിപ്പ് തരാന്നല്ലായിരിക്കും. അച്ഛ, അവർക്ക് മൂന്നാറിൽ കുറെ തേയിലത്തോട്ടോ റിസോർട്ടോ ഒക്കെ ഉണ്ട്. ഉയരം കൂടും തോറും വീഴാനുള്ള സാധ്യത കൂടുവോ? അല്ല, ജീവിതത്തിന്റെ സ്വാദ് കൂടും. ഇതെല്ലാം നിനക്കുള്ള തന്നെ. ഒറ്റ മോളല്ലേ, ഒക്കെ നമുക്ക് തന്നെ. ഐ ആം ഓക്കെ. അച്ഛ മതം മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഉണ്ടാക്കല്ലേ, എനിക്കിട്ടുണ്ടാക്കല്ലേ. ആരാ തന്ത? താൻ, ഞാനല്ല. ഇത്ര നല്ല ബന്ധം വേറെ എവിടുന്ന് കിട്ടുക? എനിക്കുണ്ട് ബന്ധം. എന്തോന്ന് മലബന്ധോ? ഒരു കിലോ അണ്ടിപ്പരിപ്പിലും 1 കിലോ തേയിലയിലും താനങ്ങ് വിതപ്പി. നാളെ തന്നെ പോയി ഉറപ്പിക്കാം. ഞാൻ ആരാ അച്ഛ? നീ കേരളവർമ്മ പഴശ്ശിരാജ. പോടാ. പഴശ്ശിയുടെ യുദ്ധമുറകളൊക്കെ മൂഞ്ചി. ചേട്ടൻ തെണ്ടി.